ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ എൻ്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് അവർ അടുപ്പ് പുകയുന്നുണ്ടോ, അവർക്ക് വീട്ടിൽ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിലേക്ക് ഒരു സമൂഹം എത്തിച്ചേരുക എന്നുള്ള വലിയ ഉദ്ദേശം തന്നെയാണ് ഈ ഒരു കൂട്ടായ്മയിലുള്ളത്. ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നിർമ്മിക്കാൻ ആലക്കോട് സെന്റ് മേരീസ് ചർച്ചിന്റെ സമ്മാന കൂപ്പൺ പദ്ധതി. ആലക്കോട് ഇടവകയിലെ യുവജനങ്ങൾ നേതൃത്വം നൽകുന്ന മേരിമാത ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഭവനരഹിതരായ 5 കുടുംബങ്ങൾക്ക് വീടൊരുക്കാൻ സമ്മാന കൂപ്പൺ പുറത്തിറക്കിയിരിക്കുന്നത്. 50 ലക്ഷം രൂപയുടെ വീടും സ്ഥലവുമാണ് ഒന്നാം സമ്മാനം. ഞാൻ ടിജോ മാത്യു, ടിജോ പൊന്നാട്ട്, ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. കുറച്ച് വർഷങ്ങളായി ഞങ്ങളൊരു കൂട്ടായ്മ ഇവിടെ തുടങ്ങിയിട്ട്. ആ കൊറോണ കാലത്ത് വേണം പറയാൻ വേണ്ടിയിട്ട്. സഹായങ്ങൾ എത്താൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, സഹായിക്കാൻ ആളില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാനും, അല്ലെങ്കിൽ ഒരു ചെറുപ്പകാലം മുതൽ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടെ നമ്മുടെ ഒഴിവ് സമയങ്ങൾ അല്ലെങ്കിൽ മറ്റ് സമയങ്ങൾ എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരങ്ങളിൽ എത്തിക്കാം എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു ട്രസ്റ്റിന് തുടക്കം എന്ന് പറയുന്നത്. അതൊരു ആധികാരികമായി തന്നെ ഒരു കൂട്ടായ്മ, ഒരു കുടുംബത്തെ, നമ്മുടെ ഇടവക എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു പ്രെമിസിസ് തന്നെയാണ്. അതെല്ലാവരും ഒരുമിച്ച് ചേർത്തുകൊണ്ട് എല്ലാവരും പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളൊരു വലിയ ഉദ്ദേശം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ വീട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സഹായം ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് ആതുര സേവനങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും ഭവനം എന്ന് പറയുന്നത് പലർക്കും വലിയൊരു കിറാമുട്ടിയായി അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമായി ഇപ്പോഴും നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിന് ഏറ്റവും ഉദാഹരണം ഇപ്പോൾ വന്ന അപേക്ഷകൾ തന്നെയാണ്. പല രീതിയിലും അല്ലെങ്കിൽ കടബാധ്യതകൾ കൊണ്ട്, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ മരിച്ചത് കൊണ്ടൊക്കെ ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ രോഗികളായി വീട്ടിൽ കിടക്കുന്നവർക്ക് വേറെ ഒരു ഭവനം എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥ. നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു ഭവനം വെക്കുക എന്ന് പറയുന്ന ഏത് വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ബാധ്യത തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതിലേക്ക് ലോൺ എടുത്തും എത്രയോ വർഷത്തോളം നമ്മളത് അടയ്ക്കാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു കാര്യം ലോകത്തിന് മുഴുവൻ അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇതിലേക്ക് എത്താൻ പോലും പറ്റാത്ത ഒരുപാട് പേര് ഇന്നും സമൂഹത്തിലുണ്ട് എന്നുള്ള കാഴ്ചയാണ്. അതൊരു പള്ളിയുടെ കീഴിൽ ആരംഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ക്രിസ്തീയത എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായി നിൽക്കുന്നു. ആരാണ് ക്രൈസ്തവൻ എന്ന് പറയുന്നത്? പ്രാർത്ഥന എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുകയും പ്രവൃത്തികളിൽ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഒരു ക്രിസ്ത്യാനി ഉണ്ടാകുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാണ് കൂടുതൽ ഞങ്ങൾ പ്രവർത്തനത്തിലേക്ക് ഊന്നൽ കൊടുക്കുകയും പ്രവർത്തിക്കുവാൻ വേണ്ടി തയ്യാറാകുകയും ചെയ്തത്. ഒരു കൂപ്പൺ എന്ന് പറയുന്നത് പുതിയ ഒരു ഐഡിയയാണ്. കാരണം ഒരു ഭവനം നിർമ്മിക്കുക മാത്രമല്ല, ഏകദേശം ഇവിടെ ഈ ഒരു ഭവനരഹിതരായിട്ടുള്ള ആൾക്കാർ ഇല്ലാത്തൊരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വലിയ സ്വപ്നത്തിലെ പുറത്താണ് ഇങ്ങനെയൊരു പദ്ധതിക്ക് ഞങ്ങൾ തുടക്കം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്വമേധയ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരുടെയൊക്കെ അനുഭവങ്ങളും കൂടെ ചേർന്നൊരു പ്രതീതി ഞങ്ങൾക്കുണ്ടായിരുന്നു. എൻ്റെ പേഴ്സണലി തന്നെ എനിക്ക് വലിയ സഹായമായ അവസ്ഥകളൊക്കെ കൂട്ടുകാർ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു കൂട്ടായ്മ എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഒരു അധ്യാപന രീതിയിൽ ഞാൻ പല കുട്ടികളുടെയും വീടുകളിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കാണുന്ന വലിയൊരു സ്വപ്നം, 2 കുട്ടികളെ ഞാനിങ്ങനെ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് പറയാൻ പറ്റത്തില്ല, കാരണം ഷീറ്റ് മറച്ച് കെട്ടി വസ്ത്രം മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു മുറികളില്ലാത്ത ചെളിയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുത്തരും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു വലിയ ഒരു അനുഭവം, അല്ലെങ്കിൽ വലിയൊരു തിരിച്ചറിവ് നമ്മൾ സ്വമേധയാ സമ്പാദിക്കുന്നു, ജോലി ചെയ്യുന്നതെന്ന് മാത്രമല്ല, അതൊരു പങ്ക്, അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളൊരു സമയമെങ്കിലും മാറ്റിവെക്കാൻ കഴിയുക എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്താൻ ഞങ്ങൾക്ക് കാരണമായത് ഈ പല സംഭവങ്ങൾ തന്നെയാണ്. വീട് നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്തുക വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയട്ടെ, ഞാൻ സ്ഥലം തരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് ഒരുപാട് പേര് നമ്മുടെ കൂടെയുണ്ട്. നമുക്കിപ്പോഴും 7 സെൻറ്റായിട്ടും 5 സെൻറ്റായിട്ടും 10 സെൻറ്റായിട്ടൊക്കെ പലരും സ്ഥലങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര ആലക്കോട് ഡെവലപ്പായ സമയത്ത് നമുക്ക് ഈ നിയർ ബൈ സ്ഥലങ്ങൾ അത് ഏറ്റെടുക്കുക അല്ലെങ്കിൽ മേടിക്കുക വലിയ പണം കണ്ടെത്തുന്ന കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി സ്പോൺസർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ സ്ഥലങ്ങളിൽ വീടുകൾ വെക്കുക എന്നുള്ള ഉദ്യമം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, വീട് ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം നമുക്കൊരു 2000-ഓളം രൂപ വില നമുക്ക് ചിലവ് വരുന്നുണ്ട്.
അപ്പോൾ ഏറ്റവും നല്ല ഇപ്പോൾ ഓൾറെഡി 2 വീടുകൾ ഭവനങ്ങൾ പണിത് കൊടുത്തു. അത് ഓൾറെഡി ഒരു സ്ഥലം ഉണ്ടായിരുന്നു, മറ്റൊരു സ്ഥലം അവർക്കുണ്ട്, വീട് വെക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പണിത് കൊടുത്തതാണ്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന വീടുകളൊക്കെ ഈ ഏറ്റവും നൂതനമായ രീതിയിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ വീടുകൾ തന്നെയാണ് വെച്ച് കൊടുക്കുക. ആൾക്കാരുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് അവർക്ക് ഉതകുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ ആ രോഗിക്ക് അല്ലെങ്കിൽ ആ ഒരു കിടപ്പ് രോഗിക്ക് വേണ്ട സജ്ജീകരണങ്ങൾ മുറിയിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് വീടുകൾ പണിയുക. കൃത്യമായി എല്ലാ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ ട്രസ്റ്റ് മെമ്പേഴ്സ് ഈ ഭവനങ്ങൾ പണിയുന്ന സ്ഥലങ്ങളിൽ പോവുകയും അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ കൃത്യതയോടെ ഓഡിറ്റിംഗ് പോലും, അല്ലെങ്കിൽ നമ്മുടെ എന്തെല്ലാം കണക്ക് ഇവിടുന്ന് വരവ് ചിലവ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട്. അതിൽ ഏറ്റവും വലിയ കാര്യം നമ്മൾ സമാഹരിക്കുന്ന നമ്മളെ കയ്യിലേക്ക് എത്തുന്ന പണങ്ങൾ 1 രൂപ പോലും ട്രസ്റ്റിൻ്റെ ഒരു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുക്കുന്നില്ല എന്നുള്ള വലിയ കാര്യം തന്നെയാണ്. പൂർണ്ണമായിട്ടും ആ പണങ്ങൾ എന്ത് ചെയ്ത് നമ്മൾ ആളിലേക്ക് എത്തിക്കുക എന്ന രീതിയിലേക്ക് മാത്രമാണ് നിൽക്കുന്നത്. ആളുകളുടെ പ്രതികരണം വിമർശനങ്ങളാണ് കൂടുതലും വന്നിട്ടുള്ളത്. പക്ഷേ അത് കാര്യമാക്കുന്നില്ല. ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഒരുപാട് പേരെ ഞങ്ങളുടെ കൂടെ ചേർത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള വലിയ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും ഞങ്ങളുടെ ആദ്യമേ ഇതിന് ഓപ്പോസിറ്റ് നിന്ന് അല്ലെങ്കിൽ വിരുദ്ധമായി നിന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഭവന നിർമ്മാണത്തിൽ നമ്മൾ ഏറ്റവും ആകർഷിക്കുന്ന ഒരു രീതിയിൽ തോന്നുന്ന കാര്യം ആൾക്കാരുടെ സഹകരണം പല രീതിയിലാണ്. ഒരു വീട് വെക്കുക അല്ലെങ്കിൽ സാമ്പത്തികമായി ഞാൻ കൊടുക്കുന്നത് കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ അത്രയും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആൾക്കാർ എത്തുന്ന സമയത്ത് അവർ പറയുന്ന കാര്യമുണ്ട്, ഞാൻ വന്ന് പണിത് തരാം. കാരണം ഒരുപാട് സാധാരണ തൊഴിലാളികൾ ഉള്ള ഒരു നാടാണ്. മേസ്തിരിപ്പണിക്കാരുണ്ട്, കെട്ടുപണിക്കാരുണ്ട്, അല്ലെങ്കിൽ മൈക്കാട് പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ദിവസത്തെ ഒഴിവ് സമയം, ഒരു ലീവ് ഒക്കെ ഈ ഭവന നിർമ്മാണത്തിൽ വരിക, അവർ ആ പണിയിൽ അവരുടെ വിരുത് കാണിക്കുക അല്ലെങ്കിൽ അവരെ സംഭാവന ചെയ്യുക എന്നുള്ള കാര്യം. കുറേ സാമ്പത്തികമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കണം നിർബന്ധമില്ല. അപ്പോൾ പണി കൊണ്ടും കല്ല് ചുമക്കുക നമുക്ക് ഏറ്റവും പ്രചോദനമായത്, ഞങ്ങൾ യൂത്ത് ആയിരുന്ന സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വണ്ടി എത്താത്തൊരു സ്ഥലത്ത് വീട് പണിത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ലൈറ്റ് ആൻഡ് സൗണ്ടുകാരൻ്റെ ലൈറ്റും എടുത്ത് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഘടിപ്പിച്ച് എഞ്ചിനൊക്കെ ഘടിപ്പിച്ച് ഞങ്ങൾ രാത്രി ചുമക്കുവാണ്. കല്ല് ചുമക്കുന്നു, മിറ്റിൽ ചുമക്കുന്നു. ഞങ്ങളെ കൊടുക്കാൻ പണമില്ല, ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, അന്ന് യൂത്തായിരുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ്. ഇനിയും ഒരുപാട് പേര് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 100 കല്ല് തരാം, അല്ലെങ്കിൽ ഒരു 50 ചാക്ക് സിമെൻറ്റ് തരാം, അല്ലെങ്കിൽ ഒരു കുറച്ച് കമ്പി തരാം. ഞാനൊരു മേസ്തിരിപ്പണിക്കാരനാണ്, വാർക്ക സമയത്ത് തന്നെ വിളിച്ചോളൂ, ഒരു ദിവസം ഞാൻ വന്ന് പണിതോളാം എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നു എത്രത്തോളം ആഴത്തിൽ ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു ഉദ്യമത്തെ കാണുന്നു എന്നുള്ളതാണ്. എൻ്റെ പേര് ജോബി, ഞാൻ മേരിമാതാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. മേരിമാതാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇതുവരെ നമ്മൾ 2 വീടുകൾ തുടങ്ങി വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 2 വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് അപേക്ഷകൾ വരുന്നുണ്ട്. അതിന് പ്രകാരമാണ് ആലക്കോട് മേഖലയിൽ വീടില്ലാത്ത ആളുകൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ 5 വീടുകൾ സ്നേഹഭവനങ്ങൾ നിർമ്മിച്ച് നൽകാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു പദ്ധതിക്ക് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ രൂപം നൽകിയിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് തന്നെ 5 വീട് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആളുകളിൽ നിന്ന് നമ്മൾ സംഭാവന സ്വീകരിച്ച് വീടുകൾ പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിലേക്ക് സംഭാവന നൽകുന്ന ആളിൽ നിന്ന് നറുക്കിട്ടെടുത്ത ഒരാൾക്ക് ഒരു സമ്മാനമായിട്ട് ഒരു 50 ലക്ഷം രൂപയുടെ വീട് നൽകുന്ന ഒരു പദ്ധതിയാണിത്. ആലക്കോട് സെൻറ് മേരീസ് ഫൊറാന ഇടവക ദേവാലയത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന മേരിമാതാ ചാരിറ്റബിൾ സൊസൈറ്റി വളരെ ബൃഹത്തായൊരു ഭവന നിർമ്മാണ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഈ വർഷം 5 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക ഏറ്റവും ചുരുങ്ങിയതെന്ന സ്വപ്ന പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോവുക. ആലക്കോട് മേഖലയിൽ വീടില്ലാത്ത ആളുകളുണ്ട്. ജനിച്ചു വളർന്ന സ്വന്തം നാട്ടിൽ സ്വന്തം കർമ്മഭൂമിയിൽ വീട് വയ്ക്കുവാൻ 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്ത ആളുകൾ, സ്വന്തമായൊരു വീടില്ലാത്ത ആളുകൾ, ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു വാടക വീട്ടിൽ നിന്നും അടുത്ത വാടക വീട്ടിലേക്ക് പോകുന്ന ആളുകൾ, അവർക്കൊക്കെ ഒരു സമാധാനമായ അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ടാണ് ഈ സംഭവമായിട്ട് ഇറങ്ങുക. അതുപോലെ തന്നെ മഴ എത്തുന്നതിന് മുമ്പ് തന്നെ മേക്കൂടുകൾ പൊളിഞ്ഞ് തകരാറായ വീടുകളുടെ എല്ലാം മെയിൻ്റനൻസ് നടക്കുക. ഭവനങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടുന്ന സാമ്പത്തികമായ സ്രോതസ് അഭ്യുദയകാംക്ഷികളിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് ആർക്ക് വേണമെങ്കിലും ഈ നല്ല പദ്ധതിയിലേക്ക് ഉദാരപൂർവ്വം
സംഭാവനകൾ നൽകാവുന്നതാണ്. നമ്മുടെ ഇടവകളിൽ അല്ലെങ്കിൽ നമ്മുടെ രൂപത കേന്ദ്രീകരിച്ച് ഒരുപാട് ഭക്തസംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലേക്കെല്ലാം നമ്മുടെ ജനങ്ങളെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ശ്രമകരമായ കാര്യമാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത്, നമുക്കറിയാം ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സംഘടിച്ച് നിൽക്കേണ്ടതും അല്ലെങ്കിൽ ഒരു പ്രവർത്തന സജ്ജമാകുന്നതും യുവജനങ്ങളാണ്. ആ യുവജനങ്ങളെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമായി നിന്നിരിക്കുന്നു. നമ്മൾ അനുദിനം വരുന്ന വാർത്തകളായിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ അവരെ ചിതറിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളും സംഘടനാ ശക്തികളൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായ ഒരു കൂട്ടം ആൾക്കാർ, അതാണ് ഞങ്ങളുടെ ഒരു തുടക്കമെന്ന് പറയുന്നത്. ഈ ട്രസ്റ്റിലെ മെമ്പേഴ്സ് എല്ലാം ഇവിടുത്തെ KCY മെമ്പേഴ്സ് ആയിരുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ പള്ളിമുറ്റ് തന്നെയുള്ള ആൾക്കാരായിരുന്നു. ഇവിടെ തന്നെ ഒരുമിച്ചിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓർക്കുന്നു ഇവിടെ നമ്മൾ കളിക്കാനൊക്കെ വരുന്നു, അച്ഛൻ ഞങ്ങളെ കൂട്ടി കൊന്ത കളിക്കുന്നു, അതിനുശേഷം വീണ്ടും കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പള്ളിമുറ്റം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും ഒരു തുടക്കം തന്നെയാണ്. ഞങ്ങളുടെ കൂട്ടുകൂടലിനും ഞങ്ങളുടെ ഒരുമിച്ച് ചേരലിനും ഞങ്ങളുടെ പങ്കുവെക്കലിനൊക്കെ ഒരു വലിയ വേദിയായത് പള്ളിമുറ്റം തന്നെയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി മേഖലകൾ, ഞങ്ങളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്നും ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ജൂൺ മാസം പുതിയൊരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലേക്കും കൂടെ കുറച്ചൊക്കെ കൂടുതൽ ഊന്നൽ നൽകുക എന്നുള്ള കാര്യം വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഭവനത്തോടൊപ്പം നിങ്ങൾ പറയേണ്ട വലിയൊരു കാര്യം, ഈ കിടപ്പ് രോഗികളായ ഒരുപാട് പേര് ഭവനങ്ങളിലുണ്ട്. ഇപ്പം പറയാം പ്രായമായ ആൾക്കാരൊക്കെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി അവർക്ക് കിടക്കകൾ വേണം, അതുപോലെ തന്നെ വീൽ ചെയർ വേണം, ഒരുപാട് മെഷീനറികൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങളിന്ന് ഇടവകയിലേക്ക് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ കിടപ്പ് രോഗികളായിരുന്ന കാരണവന്മാരുണ്ടായിരുന്ന അല്ലെങ്കിൽ പേരൻസ് ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ പറഞ്ഞു, ഇങ്ങനെ മെഷീൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇങ്ങനെ വീൽ ചെയർ ഞങ്ങളുടെ കയ്യിലുണ്ട്, കിടക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാൻ കേട്ടോ എന്ന് പറയുകയും ഇതൊക്കെ അങ്ങോട്ട് ഞങ്ങൾ പോകാതെ തന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നും ഒരുപാട് കിടക്കകൾ അല്ലെങ്കിൽ ബെഡുകൾ, വീൽ ചെയറുകൾ, അതുപോലെ തന്നെ 1 ലക്ഷം രൂപ വില മതിക്കുന്ന മെഷീൻസ് ഒക്കെ ഇപ്പോൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ സ്ഥിരമായി കൊടുക്കുന്ന ആവശ്യം കഴിഞ്ഞാൽ തിരിച്ച് മേടിക്കും. അപ്പോൾ ഇങ്ങനെ പല മേഖലയിലും ഒരുപാട് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പല മേഖലകളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശമാണ് ഞങ്ങളുടെ ട്രസ്റ്റിനുള്ളത്.